ഹായ് ഓൾ ഓഫ് യു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2023 ഒക്ടോബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ്. തീർച്ചയായിട്ടും LDC എക്സാം, അതേപോലെ LPUP എക്സാം, വരുന്ന പോലീസ് കോൺസ്റ്റബിൾ എക്സാം, ഏത് എക്സാം ആണെങ്കിലും കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടായിട്ട് വരുന്നൊരു ഭാഗം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് എന്ത് ചെയ്യണം, എത്തിച്ച് ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. 2023 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണത്? തേജാണ്. ആ തേജ് എന്ന പേര് കൊടുത്തത് ആരാണ്? തേജ് എന്ന പേര് നൽകിയ രാജ്യം ആരാണ്? ഇന്ത്യയാണ്. ഈ ഒരു കാര്യം മറന്നിരിക്കരുത്. PSC എക്സാം നമ്മുടെ രാജ്യമൊക്കെ ആയതുകൊണ്ട് എന്ത് ചെയ്യുക, ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. 2023 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണ്? തേജാണ്. തേജ്. പേര് കൊടുത്ത ആരാണ്? പേര് കൊടുത്തത് ഇന്ത്യയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. 2023 സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി ഏതാണ്? തൃശ്ശൂരാണ്. സ്ഥലം ചോദിച്ചാൽ ഏതാണ്? കുന്നംകുളമാണ്. സ്ഥലം കുന്നംകുളം. ഓക്കെ, അതേപോലെ 2023 സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മൂന്നാം തവണയും ഓവറോൾ ചാമ്പ്യന്മാരായത് ആരാണ്? മൂന്നാം തവണയും ഓവറോൾ ചാമ്പ്യന്മാരായത് പാലക്കാട് ജില്ലാ ടീമാണ്. പാലക്കാട്. ഓക്കെ, അടുത്ത ചോദ്യം. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് ആരാണ്? അരിന്ദം ചാങ്ചിയാണ്. അരിന്ദം ബാങ്ചി. ഓക്കെ, അടുത്ത ചോദ്യം. യൂറോപ്യൻ യൂണിയന്റെ മനുഷ്യാവകാശ പുരസ്കാരം 2023 മരണാനന്തര ബഹുമതിയായി ലഭിച്ചത് ആർക്കാണ്? മഹ്സ അമീനിയാണ്. മഹ്സ അമീനി. അടുത്ത ചോദ്യം. 2023 ഒക്ടോബർ 20 100ാം പിറന്നാൾ ആഘോഷിക്കുന്ന കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ആരാണ്? VS അച്യുതാനന്ദനാണ്. VS അച്യുതാനന്ദൻ. അടുത്ത ചോദ്യം. VS അച്യുതാനന്ദന്റെ 100ാം പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറക്കിയ പുസ്തകം ഏതാണ്? പുസ്തകത്തിന്റെ പേര് ഏതാണ്? ഒരു സമര നൂറ്റാണ്ടാണ്. ഒരു സമര നൂറ്റാണ്ട്. അത് പ്രകാശനം ചെയ്താരാണ്? നമ്മുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ് അത് പ്രകാശനം ചെയ്തത്. ഈ ഒരു കാര്യം എന്ത് ചെയ്യണ്ട, ഓർത്തിരിക്കണം. ഓക്കെ, അടുത്ത ചോദ്യം. കലാ, സാഹിത്യം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള നിയമസഭാ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ ആരാണത്? MD വാസുദേവൻ നായരാണ്. MD വാസുദേവൻ നായർ, മറക്കണ്ട. അടുത്ത ചോദ്യം. 2023 ഒക്ടോബറിൽ കിഴക്കൻ തീരത്ത് ഇന്ത്യൻ നാവികസേന നടത്തിയ തീരദേശ സുരക്ഷാ അഭ്യാസം അറിയപ്പെടുന്നത് ഏത് പേരിലാണത്? സാഗർ കവച് എന്ന പേരിലാണ്. സാഗർ കവച്. അടുത്ത ചോദ്യം. കിൻഫ്രയുടെ ആദ്യ സ്പൈസ് പാർക്ക് നിലവിൽ വരുന്ന ജില്ല ഏതാണ്? കിൻഫ്രയുടെ ആദ്യ സ്പേസ് പാർക്ക് നിലവിൽ വരുന്ന ഏതാണ്? ഇടുക്കിയാണ്. സ്ഥലം കറക്റ്റ് പറഞ്ഞ ഏതാണ്? തുടങ്ങനാടാണ്. അടുത്ത ചോദ്യം. 2023 ഏഷ്യൻ വനിതാ ചാമ്പ്യൻസ് ഹോക്കിയുടെ ഭാഗ്യചിഹ്നം ഏതാണ്? ജൂഹി എന്നൊരു ആനക്കുട്ടിയാണ്. ജൂഹി എന്ന ആനയാണെന്ന് ഇതിന്റെ ഭാഗ്യചിഹ്നം. വേദി ഏതാണ്? 2023 ഏഷ്യൻ വനിതാ ചാമ്പ്യൻസിന്റെ വേദി ഏതാണ്? റാഞ്ചി. അടുത്ത ചോദ്യം. സഹകരണ ബാങ്കിലെ ഉപഭോക്താക്കൾക്ക് കേരള ബാങ്കിലൂടെ ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണത്? കോ ബാങ്ക്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരുന്നോണം. കോ ബാങ്ക് ആണ് ആപ്ലിക്കേഷന്റെ പേര്. അടുത്ത ചോദ്യം. ലേസർ അധിഷ്ഠിത അയൺ ബീം മിസൈൽ പ്രതിരോധ സംവിധാനം അടുത്തിടെ പരീക്ഷിച്ച രാജ്യമാരാണ്? ഇസ്രായേൽ. ലേസർ അധിഷ്ഠിത അയൺ ബീം മിസൈൽ പ്രതിരോധ സംവിധാനം അടുത്തിടെ പരീക്ഷിച്ച രാജ്യം ഏതാണ്? ഇസ്രായേലാണ്. അതേപോലെ അടുത്ത ചോദ്യം. ഇസ്രായേൽ ഹമാസ് യുദ്ധ പശ്ചാത്തലത്തിൽ ഈജിപ്തിൽ നടക്കുന്ന ലോക കേഡറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ നിന്നും പിന്മാറിയ രാജ്യമാരാണ്? അത് ഇന്ത്യയാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ എന്ത് ചെയ്തത്? പിന്മാറിയത്. അടുത്ത ചോദ്യം. 2023 നാഷണൽ ആർച്ചറി ചാമ്പ്യൻഷിപ്പിന്റെ വേദി അയോധ്യയാണ്. അപ്പോൾ ശ്രീരാമൻ എന്നൊക്കെ എന്ത് ചെയ്യുന്നു, ഓർത്തിരുന്നാൽ മതി. അപ്പോൾ എന്താണ്? അയോധ്യ അല്ലെ. 2023 നാഷണൽ ആർച്ചറി ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഏതാണ്? അയോധ്യയാണ്. അതേപോലെ ഇന്റർനെറ്റിന്റെ അമിത ഉപയോഗത്തിൽ നിന്നും കുട്ടികളെയും മുതിർന്നവരെയും മോചിപ്പിക്കാൻ സഹായിക്കാൻ ആരംഭിച്ച ക്ലിനിക്ക് ഏതാണ്? ഇമോചൻ. മനസ്സിലായില്ലേ? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മദ്യപാനം അല്ലെ, അതിൽ നിന്ന് വിമോചന കേന്ദ്രങ്ങൾ പോലെ ഇപ്പോൾ ഇതുകൊണ്ട് ഈ മോചനം ഉണ്ടെന്ന് ആലോചിക്കുക. ഓക്കെ, ഇന്റർനെറ്റിന്റെ അമിത ഉപയോഗത്തിൽ നിന്നും കുട്ടികളെയും മുതിർന്നവരെയും മോചിപ്പിക്കാൻ സഹായിക്കാനായി ആരംഭിച്ച ക്ലിനിക്കിന്റെ പേരാണത് ഇമോചൻ. ഓക്കെ, അടുത്ത ചോദ്യം. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ ജീവിതകഥ പറയുന്ന മറാഠി സിനിമ ഏതാണ്? ആ പേര് തന്നെയുണ്ട്, ഗഡ്കരി. അപ്പോൾ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ ജീവിതകഥ പറയുന്ന മറാഠി സിനിമ ഏതാണ്? ഗഡ്കരി. അടുത്ത ചോദ്യം.
2023 ലോകത്തിലെ മികച്ച പുരുഷൻ അത്ലറ്റിനുള്ള പുരസ്കാരത്തിന് നോമിനേഷൻ ലഭിച്ച ആദ്യ ഇന്ത്യൻ താരം നീരജ് ചോപ്രയാണ്. നീരജ് ചോപ്ര 2023 ലോകത്തിലെ മികച്ച പുരുഷ അത്ലറ്റിനുള്ള പുരസ്കാരത്തിന് നോമിനേഷൻ ലഭിച്ച ആദ്യ ഇന്ത്യൻ താരമാരാണ്? നീരജ് ചോപ്ര. അടുത്ത ചോദ്യം, 2023 ഒക്ടോബറിൽ ആരംഭിച്ച ഇന്ത്യ ശ്രീലങ്ക ഫെറി സർവീസ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാമാണ്? ഏതൊക്കെയത്? നാഗപട്ടണം, കാങ്കസൻ തുറൈയാണ് ബന്ധിപ്പിക്കുന്ന, അല്ലേ? ഇന്ത്യ ശ്രീലങ്ക ഫെറി സർവീസ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണേത്? നാഗപട്ടണവും കാങ്കസൻ തുറയും. ഓക്കെ, അടുത്ത് നോക്കി, കേരളത്തിൻ്റെ സ്വന്തം വൈൻ ബ്രാൻഡ് ഏതാണ്? നിളയാണ്, നിള. അതേപോലെ നോക്കി, അമൃത് പ്രൊജക്റ്റിൻ്റെ ഭാഗമായി കൊച്ചി കോർപ്പറേഷൻ്റെ ഫീക്കൽസ് ലഡ്ജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? ബ്രഹ്മപുരത്താണ്. അടുത്ത് നോക്കൂ, ഇസ്രായേലും ഹമാസും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലോക കേഡറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ നിന്നും പിന്മാറുന്നതായി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. വേദി ഈജിപ്തായിരുന്നു. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 300 സിക്സറുകൾ നേടിയ ആദ്യ ഇന്ത്യൻ താരമാരാണ്? അത് രോഹിത് ശർമ്മയാണ്. ആരാണ്? രോഹിത് ശർമ്മ. 2023 ഒക്ടോബറിൽ ഏത് സംസ്ഥാനത്തിൻ്റെ കശുവണ്ടി വ്യവസായത്തിനാണ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ചത്? ഗോവ. അപ്പം GI ടാഗ് ലഭിച്ച കശുവണ്ടി ഏത് സംസ്ഥാനത്തിൻ്റെയാണ്? ഗോവയാണ് കേട്ടോ, ഗോവ. അടുത്ത ചോദ്യം, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ പേരെന്താണ്? കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ പേരേതാണ്? NV കൃഷ്ണവാര്യർ സ്മാരക മന്ദിരം, തിരുവനന്തപുരം. ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് ഓർത്തിരുന്നോണം. NV കൃഷ്ണവാര്യർ സ്മാരക മന്ദിരം, തിരുവനന്തപുരം. അടുത്ത ചോദ്യം നോക്കൂ, ഇന്ത്യയിലെ ആദ്യ ഡിസൈനർ മൃഗശാല നിലവിൽ വരുന്ന എവിടെയാണ്? പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ്. അത് എവിടെയാണ്? തൃശ്ശൂരാണ്. ഇന്ത്യയിലെ ആദ്യ ഡിസൈനർ മൃഗശാല ഏതാണ്? പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ്, തൃശ്ശൂരാണ്. അടുത്ത ചോദ്യം നോക്കി, 2023 ആഗോള പട്ടിണി സൂചിക പ്രകാരം ഇന്ത്യക്ക് ലഭിച്ച സ്ഥാനം എത്രയാണ്? ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 111 അല്ലേ? കഴിഞ്ഞ തവണ നമുക്ക് എത്രയായിരുന്നു? കഴിഞ്ഞ വർഷം 107 ആയിരുന്നു. ഇനി എങ്ങനെയാണ് ഈ ഒരു സൂചിക, അല്ലേ? എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം നോക്കി? പോഷക ആഹാരക്കുറവ്, ശിശു മരണനിരക്ക്, ശരീരശോഷണം, വരൾച്ചയല്ല വളർച്ചാ മുരടിപ്പ് എന്നീ സൂചകങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ത് ചെയ്യുന്നത്? ഇത് കണക്കാക്കുന്നത്. അപ്പോൾ ഇത്തവണ നമ്മുടെ 111 കാര്യം എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അടുത്ത് നോക്കിയേ, സൂക്ഷ്മ ഇടത്തരം ചെറുകിട സംരംഭങ്ങൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. സൂക്ഷ്മ ഇടത്തരം ചെറുകിട സംരംഭങ്ങൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അടുത്തത് നോക്കിയേ, ISROയുടെ ഗഗൻയാൻ പദ്ധതിയുടെ ആദ്യ പരീക്ഷണ വിക്ഷേപണം എന്നാണത്? 2023 ഒക്ടോബർ 21. എന്താണ് ഗഗൻയാൻ എന്ന് പറഞ്ഞാൽ? മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന പദ്ധതിയാണ് ഗഗൻയാൻ. അപ്പം അത് എന്നാണ് ആദ്യ പരീക്ഷണം? 2023 ഒക്ടോബർ 21 നടന്നത്. ഓക്കെ, അടുത്ത് നോക്കി, 2023 ലോക ആരോഗ്യ ഉച്ചകോടിയുടെ വേദി ജർമ്മനിയാണ്. 2023 ലോക ആരോഗ്യ ഉച്ചകോടിയുടെ വേദി ഏതാണ്? ജർമ്മനിയാണ്. അടുത്ത ചോദ്യം, 2023 ഒക്ടോബറിൽ മമ്മൂട്ടിയുടെ ചിത്രമുള്ള 10,000 പേഴ്സണൈസ്ഡ് സ്റ്റാമ്പുകൾ പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ഓസ്ട്രേലിയ. അടുത്ത ചോദ്യം, അമേരിക്കൻ വിമാന നിർമ്മാണ കമ്പനി സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യക്കാരനാരാണ്? അമേരിക്കൻ വിമാന നിർമ്മാണ കമ്പനി സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യക്കാരൻ അഗസ്റ്റിൻ ജോസഫാണ്. അഗസ്റ്റിൻ ജോസഫ്. അടുത്ത ചോദ്യം, വനിതകൾക്ക് 10ാം ക്ലാസ് യോഗ്യത ഉറപ്പാക്കുന്നതിന് കുടുംബശ്രീ ആരംഭിച്ച തുല്യതാ പഠന പദ്ധതിയുടെ പേരാണ് യോഗ്യ. അപ്പം യോഗ്യ എന്ന് പറയുന്നതാണ് വനിതകൾക്ക് 10ാം ക്ലാസ് യോഗ്യത ഉറപ്പാക്കുന്നതിന് കുടുംബശ്രീ ആരംഭിച്ച തുല്യതാ പരീക്ഷ പഠന പദ്ധതിക്ക് പറഞ്ഞ പേരാണ് യോഗ്യ. അടുത്ത നോക്കി, 2023 ഒക്ടോബറിൽ ഏത് രാജ്യത്തിൻ്റെ സുപ്രീം കോടതിയാണ് സ്വവർഗ വിവാഹത്തിന് അനുമതി നിഷേധിച്ചത്? ഏതാണ്? ഇന്ത്യയാണ്. ഇപ്പോൾ 2023 ഒക്ടോബറിൽ ഏത് രാജ്യത്തിൻ്റെ സുപ്രീം കോടതിയാണ് സ്വവർഗ വിവാഹത്തിന് അനുമതി നിഷേധിച്ചതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഇന്ത്യയാണ്. ഓക്കെ, അതേപോലെ നോക്കൂ, 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഏതാണ്? ജപ്പാൻ. അതേപോലെ 2023 ഒക്ടോബറിൽ ലോക മൃഗാരോഗ്യ സംഘടന പക്ഷിപ്പനി മുക്തമായി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. അതേപോലെ 57 പഞ്ചായത്തുകളിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ വിജിലൻസ് നടത്തിയ പരിശോധന ഏതാണ്? ഓപ്പറേഷൻ ബ്ലൂ പ്രിന്റ്. അടുത്ത ചോദ്യം നോക്കി, സ്വതന്ത്ര പട്ടികവർഗ കമ്മീഷൻ രൂപീകരിക്കുവാൻ അടുത്തിടെ അനുമതി നൽകിയ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. അതേപോലെ നോക്കൂ, യുവാക്കളുടെ നേതൃത്വശേഷി വികസിപ്പിച്ച് അവസരങ്ങൾ ഒരുക്കുന്നതിന് നിലവിൽ വരുന്ന സ്വയംഭരണ സ്ഥാപനം ഏതാണ്? മേര യുവ ഭാരത്.
അല്ലെങ്കിൽ മൈ ഭാരത് എന്ന് പറയും. ഓക്കെ, അടുത്ത ചോദ്യം, 14ാമത് JC ഡാനിയൽ ഫൗണ്ടേഷൻ അവാർഡ് പ്രഖ്യാപിച്ചു. അതിൻ്റെ കാര്യങ്ങളാണ് അടുത്ത് പറയാനുള്ളത്. ഏതാണ്? മികച്ച നടനാണ് കുഞ്ചാക്കോ ബോബനാണ് മികച്ച നടൻ. സിനിമ ഏതാണ്? നാത്താൻ, കേസുകൊട്, അതേപോലെ അറിയിപ്പ്. അതേപോലെ നോക്കൂ, മികച്ച നടി ആരാണ്? മഞ്ജു വാര്യരാണ്. ഫിലിം ഏതാണ്? എന്നാത്താൻ കേസുകൊട്. അതേപോലെ സംവിധായകൻ മഹേഷ് നാരായണൻ. സിനിമ ഏതാണ്? അറിയിപ്പാണ്. ഇത്ര കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് നോക്കൂ, റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ റോഡ് സുരക്ഷാ വർഷമായി ആചരിക്കാൻ റോഡ് സുരക്ഷാ അതോറിറ്റി തീരുമാനിച്ചത് ഏത് വർഷം ആണ്? ഡേറ്റ് ഏതാണ്? 2023 നവംബർ 1 മുതൽ 2024 ഒക്ടോബർ 31 വരെയാണ് ഏത്? റോഡ് സുരക്ഷാ വർഷമായി ആചരിക്കാൻ തീരുമാനിച്ചത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരുന്നത്. 2023 നവംബർ 1 മുതൽ 2024 ഒക്ടോബർ 31 വരെയാണ് റോഡ് സുരക്ഷാ വർഷമായി ആചരിക്കാൻ റോഡ് സുരക്ഷാ അതോറിറ്റി തീരുമാനിച്ചത്. അടുത്ത് നോക്കി, കേരളത്തിലെ ആദ്യ സിനിമ ടൂറിസം കേന്ദ്രം പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? വെള്ളായണിയാണ്. വെള്ളായണി. ഓക്കെ, കേരളത്തിലെ ആദ്യ സിനിമ ടൂറിസം കേന്ദ്രം പദ്ധതി നിലവിൽ വരുന്ന എവിടെയാണ്? വെള്ളായണിയാണ്. അടുത്ത് നോക്കി, ISROയും വിജ്ഞാൻ ഭാരതിയും ചേർന്ന് സ്പേസ് ഓൺ വീൽസ് പ്രോഗ്രാം ആരംഭിച്ച സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. സ്പേസ് ഓൺ വീൽ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശാണ്. അടുത്ത് നോക്കൂ, MP-മാരുടെ പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പോർട്ടൽ ഏതാണ്? ഈ സാക്ഷിയാണ്. ഈ സാക്ഷി. MP-മാരുടെ പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പോർട്ടൽ ഏതാണ്? ഈ സാക്ഷിയാണ്. അതേപോലെ നോക്കി, ഈ സാക്ഷി പോർട്ടലിലൂടെ രാജ്യത്ത് കരാറുകാർക്ക് തുക ഓൺലൈനായി കൈമാറിയ ആദ്യ ലോകസഭാ മണ്ഡലം ഏതാണ്? കോട്ടയമാണ്. ഈ സാക്ഷി പോർട്ടലിലൂടെ രാജ്യത്ത് കരാറുകാർക്ക് തുക ഓൺലൈനായി കൈമാറിയ ആദ്യ ലോകസഭാ മണ്ഡലം ഏതാണ്? കോട്ടയമാണ്. അതേപോലെ നോക്കൂ, ലോക ബാഡ്മിന്റൺ ഡബിൾസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ ജോഡികൾ ആരെല്ലാമാണ്? ആരാണ്? സാത്വിക് സ്വായ്, രാജ് രംഗി റെഡ്ഡി, അതേപോലെ ചിരാഗ് ഷെട്ടി, ഇവരാണ് എത്തിയത്. അടുത്ത് നോക്കി, 2023 ഒക്ടോബറിൽ ടാഗോറിന്റെ അർദ്ധകായ പ്രതിമ നിലവിൽ വന്ന രാജ്യം എവിടെയാണ്? വിയറ്റ്നാമാണ്. വിയറ്റ്നാം. കേരള സാമൂഹിക നീതി വകുപ്പിന്റെ പുതിയ ഡയറക്ടറാണ്? എച്ച് ദിനേശാണ്. കേരള സാമൂഹ്യ നീതി വകുപ്പിന്റെ പുതിയ ഡയറക്ടർ എച്ച് ദിനേശാണ്. അതേപോലെ നോക്കൂ, വിദ്യാർത്ഥികൾക്കായി ജെ ഗുരുജി ആപ്പ് ആരംഭിച്ച സംസ്ഥാനം ജാർഖണ്ഡാണ്. വിദ്യാർത്ഥികൾക്കായി ജെ ഗുരുജി ആപ്പ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡാണ്. അതേപോലെ നോക്കി, 2023 ഒക്ടോബറിൽ അന്തരിച്ച ഫിൻലാൻഡ് മുൻ പ്രസിഡന്റും 2008 സമാധാന നോബൽ ജേതാവുമായ വ്യക്തി ആരാണ്? മാർട്ടി അക്സിസാരിയാണ്. മാർട്ടി അക്സിസാരി. ഓക്കെ, ഓർത്തിരുന്നോണേ. അടുത്തോളം നോക്കൂ, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടറാണ്? ദിവ്യ എസ് അയ്യരാണ്. അല്ലേ? ദിവ്യ എസ് അയ്യരാണ്. വിഴിഞ്ഞം ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് ഓർത്തിരുന്നോണം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ ദിവ്യ എസ് അയ്യർ. അതേപോലെ 2023 ഒക്ടോബറിൽ ഈജിപ്തിൽ നടന്ന അന്താരാഷ്ട്ര കാർട്ടൂൺ മത്സരത്തിൽ 3ാം സ്ഥാനം നേടിയ മലയാളിയാരാണ്? രജീന്ദ്രകുമാറാണ്. അന്താരാഷ്ട്ര കാർട്ടൂൺ മത്സരത്തിൽ 3ാം സ്ഥാനം നേടിയ മലയാളിയാരാണ്? രജീന്ദ്രകുമാർ. അതേപോലെ സുപ്രധാന സുരക്ഷാ കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി ഇന്ത്യൻ സൈന്യം ആരംഭിക്കുന്ന സംവിധാനമാണിത്? ചാണക്യ ഡിഫൻസ് ഡയലോഗ്. ചാണക്യ ഡിഫൻസ് ഡയലോഗ്. എന്താ ഉപയോഗം? അതിസുരക്ഷാ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിക്കുന്ന സംവിധാനമാണ് ചാണക്യ ഡിഫൻസ് ഡയലോഗ്. അടുത്ത് നോക്കൂ, 2023 രാജ്യാന്തര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ സമ്മേളനത്തിന് വേദിയായ നഗരം ഏതാണ്? മുംബൈയാണ്. 2023 രാജ്യാന്തര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ സമ്മേളനത്തിന് വേദിയായ നഗരം മുംബൈയാണ്. അടുത്ത ചോദ്യം, 2023 ബോഫസ് ലിസ്റ്റ് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ മലയാളി ആരാണ്? യൂസഫ് അലിയാണ്. MA യൂസഫ് അലിയാണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ മൈക്രോബിയം റിസർച്ച് സെന്റർ നിലവിൽ വരുന്നത് തിരുവനന്തപുരത്താണ്. കേരളത്തിൽ മൈക്രോബിയം റിസർച്ച് സെന്റർ നിലവിൽ വരുന്ന എവിടെയാണ്? തിരുവനന്തപുരം. അടുത്തിടെ അന്തരിച്ച മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്? MS ഗില്ലാണ്. MS ഗിൽ. അതേപോലെ 2023 ഒക്ടോബറിൽ വിജയ്പൂർ ഔറയ്യ ഫുൽപൂർ ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം മധ്യപ്രദേശാണ്. അതേപോലെ നോക്കി, ഏതു രാജ്യത്തിൻ്റെ ഒളിമ്പിക് കമ്മിറ്റിയെയാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്? ഒന്ന് ഓർത്തിരുന്നണം, റഷ്യയാണ്. ഏത് രാജ്യത്തിൻ്റെ ഒളിമ്പിക് കമ്മിറ്റിയെയാണ് ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത്? റഷ്യേൻ്റെ കേട്ടോ. അതേപോലെ 2023 ഒക്ടോബറിൽ അന്തരിച്ച മുൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്? MS ജോസഫാണ്. അതേപോലെ
ഇമ്പോർട്ടൻ്റ് ആണ്. 54ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായുള്ള 2023 സത്യജിത്ത് റായ് ആജീവനാന്ത പുരസ്കാരം നേടിയ ഹോളിവുഡ് താരം ആരാണ്? മൈക്കിൾ ഡഗ്ലസ് ആണ്. മൈക്കിൾ ഡഗ്ലസ്. 2023 ഒക്ടോബറിൽ സ്വച്ഛ് ത്യോഹാർ സ്വസ്ഥ് ത്യോഹാർ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. അതേപോലെ 2023 47ാമത് വയലാർ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്കാണ്. ഓക്കെ. പിന്നെ കൃതി ഏതാണ്? ജീവിതം ഒരു പെണ്ടുലമാണ് കൃതി. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരുന്നോണം. 2023 47ാമത് വയലാർ പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. അടുത്ത ചോദ്യം, ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ അജയ് ആണ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരുന്നോണം. ഓപ്പറേഷൻ അജയ്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച ഓപ്പറേഷന്റെ പേരെന്താണ്? ഓപ്പറേഷൻ അജയ്. അടുത്ത ചോദ്യം, 2023 ഒക്ടോബറിൽ അന്തരിച്ച നാരി ശക്തി പുരസ്കാര ജേതാവും 96ാം വയസ്സിൽ സാക്ഷരതാ മിഷന്റെ അക്ഷരലക്ഷം പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ വനിത ആരാണ്? കാർത്തിയായനി അമ്മയാണ്. ഓക്കെ. അതേപോലെ 2028 യൂറോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് വേദിയാകുന്ന ഏതാണ്? അയർലൻഡാണ്. യും അയർലൻഡുമാണ് വേദിയാകുന്നത്. അതേപോലെ 2024 യൂറോ കപ്പ് ഫുട്ബോളിന്റെ വേദി ഏതാണ്? ജർമ്മനിയാണ്. ബംഗാൾ ഗവർണറുടെ ഭംഗഭാരത് സമ്മാൻ 2023 പുരസ്കാര ജേതാവ് MK സാനു ആണ്. MK സാനു. അടുത്ത ചോദ്യം, 2023 ഒക്ടോബറിൽ ഉത്തർപ്രദേശിന്റെ സംസ്ഥാന ജലജീവിയായി പ്രഖ്യാപിച്ചത് ഗംഗാ ഡോൾഫിൻ. അതേപോലെ അന്താരാഷ്ട്ര ബാലികാ ദിനം എന്നാണ്? ഒക്ടോബർ 11 അന്താരാഷ്ട്ര ബാലികാ ദിനം. അതേപോലെ അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ 3D സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച കെട്ടിടം ഏതാണ്? അമേസ് 28. കെട്ടിടം നിലവിൽ എവിടെയാണ്? തിരുവനന്തപുരത്താട്ടോ. അമേസ് 28. അതേപോലെ നോക്കി, രാജ്യത്തെ തദ്ദേശീയ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും ലക്ഷ്യമിട്ട് കേരളത്തിലെ ഏകതാ മാൾ നിലവിൽ വരുന്ന എവിടെയാണ്? തിരുവനന്തപുരത്താണ്. എന്താ ഉദ്ദേശം? എന്താ? തദ്ദേശീയ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവുമാണ് ഉദ്ദേശം. അടുത്ത് നോക്കി, വനിതകളുടെ സുരക്ഷയും ശാസ്ത്രീകരണവും മുൻനിർത്തി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഷൻ ശക്തി എന്നാണ് അതിന്റെ പേര്. അടുത്ത ചോദ്യം, പ്രഥമ AR രാജരാജവർമ്മ പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. അതൊന്ന് ഓർത്ത്, ഇമ്പോർട്ടൻ്റ് ആണ്. പ്രഥമ AR രാജരാജവർമ്മ പുരസ്കാര ജേതാവാരാണ്? ശ്രീകുമാരൻ തമ്പിയാണ്. അടുത്ത ചോദ്യം, പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണെന്ത്? ശ്രേഷ്ഠ. ഇന്ത്യൻ വ്യോമസേനാ ദിനം നമുക്കറിയാം, ഒക്ടോബർ 8 ഇന്ത്യൻ വ്യോമസേനാ ദിനം. അതേപോലെ നോക്കി, നോർത്ത് അമേരിക്കയിലെ ആദ്യ ഗാന്ധി മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഹൂസ്റ്റണിലാണ്. നോർത്ത് അമേരിക്കയിലെ ആദ്യ ഗാന്ധി മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഹൂസ്റ്റൺ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഗോത്ര സംസ്കാരത്തെ അന്താരാഷ്ട്ര തലത്തിൽ പരിചയപ്പെടുത്തുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണത്? ഗോത്രഗ്രാമം പദ്ധതി. എന്താ ഉദ്ദേശം? എന്താണ്? കേരളത്തിലെ ഗോത്ര സംസ്കാരത്തെ അന്താരാഷ്ട്ര തലത്തിൽ പരിചയപ്പെടുത്തുക, ഇതാണ് ഉദ്ദേശം. ആ പദ്ധതിയുടെ പേരെന്താണ്? ഗോത്രഗ്രാമം പദ്ധതി. അതേപോലെ നോക്കി, ലോക തപാൽ ദിനം നമുക്കറിയാം, ഒക്ടോബർ 9. ഇനി എന്താണെങ്കിലും ഒക്ടോബർ 9 പ്രത്യേകത, 1874 യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ സ്ഥാപിതമായതിൻ്റെ ഓർമ്മയ്ക്കായാണ് ലോക തപാൽ ദിനം ആചരിക്കുന്നത്. 1874 ഓർത്തിരിക്കുക. അടുത്ത് നോക്കി, ദേശീയ തപാൽ ദിനമാണെങ്കിലോ ഒക്ടോബർ 10. അതേപോലെ ഇന്ത്യൻ എയർഫോഴ്സ് ദിന പരേഡ് നേതൃത്വം നൽകിയ ആദ്യ വനിത ആരാണ്? ഷാലിസ ധാമി. അടുത്ത ചോദ്യം, കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ചുള്ള 2023 അന്താരാഷ്ട്ര കോൺഫറൻസിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? UAE ആണ്. എന്നാണ് കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ചുള്ള 2023 അന്താരാഷ്ട്ര കോൺഫറൻസിന് വേദിയാകുന്ന രാജ്യം UAE ആണ്. അടുത്ത ചോദ്യം, 2023 അന്താരാഷ്ട്ര ഡാം സേഫ്റ്റി കോൺഫറൻസിന്റെ വേദി ജയ്പൂർ ആണ്. അടുത്ത ചോദ്യം, വിക്രം സാരാഭായി സയൻസ് ഫൗണ്ടേഷന്റെ പ്രഥമ വിക്രം സാരാഭായി വിജ്ഞാൻ പുരസ്കാരത്തിന് അർഹനായതാരാണ്? സോമനാഥ്. അടുത്ത ചോദ്യം, കേരളത്തിലെ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ലിംഗസമത്വം എന്നതിന് പകരം ഉൾപ്പെടുത്തിയ വാക്കാണത്? ലിംഗനീതി. ഒന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരുന്നോണം. ലിംഗസമത്വം എന്ന വാക്കിന് പകരം ഉൾപ്പെടുത്തിയ വാക്കേതാണ്? ലിംഗനീതി. അതേപോലെ അടുത്ത ചോദ്യം, സംസ്ഥാന കായിക ദിനം എന്നാണ്? ഒക്ടോബർ 13. കേരളത്തിന്റെ കായിക പിതാവ് എന്നറിയപ്പെടുന്ന കേണൽ GV രാജയുടെ ജന്മദിനമായ ഒക്ടോബർ 13 സംസ്ഥാന കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ പുതിയ വിജിലൻസ് ഡയറക്ടർ ആരാണ്?
യോഗേഷ് ഗുപ്തയാണ് വിജിലൻസ് ഡയറക്ടർ. കേരളത്തിന്റെ പുതിയ വിജിലൻസ് ഡയറക്ടറാണ് യോഗേഷ് ഗുപ്ത. അടുത്ത് നോക്കി, ഇന്ത്യൻ യുവാക്കൾക്കിടയിൽ ഒളിമ്പിക്സ് പ്രോത്സാഹിപ്പിക്കുന്നതിനായി അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി ഏത് സ്ഥാപനവുമായാണ് കരാർ ഏർപ്പെട്ടത്? ഏതാണ്? റിലയൻസുമായിട്ടാണ് കേട്ടോ. ഓർത്തിരുന്നോ, റിലയൻസുമായിട്ടാണ് കരാർ ഏർപ്പെട്ടിരിക്കുന്നത്. അടുത്ത് നോക്കി, റിലയൻസ് ജിയോ മാർട്ടിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? MS ധോണിയാണ്. MS ധോണി. അടുത്ത ചോദ്യം, പാലസ്തീനിലെ നിലവിലെ ഇന്ത്യൻ അംബാസിഡർ ആരാണ്? അദ്നാൻ അബു അൽ ഹൈജയാണ് പാലസ്തീനിലെ നിലവിലെ ഇന്ത്യൻ അംബാസിഡർ. യുദ്ധവുമായി ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം, ഒന്ന് ഓർത്തിരുന്നോളൂ. ഓക്കെ, അടുത്ത ചോദിക്ക്, സംസ്ഥാനത്തെ വെബ്കോ ഔട്ട്ലെറ്റുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേരെന്താണ്? ഓപ്പറേഷൻ മൂൺലൈറ്റ് ആണ്. ഓപ്പറേഷൻ മൂൺലൈറ്റ്. അടുത്ത് നോക്കിയേ, പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് രോഹിത് ശർമ്മയാണ്. രോഹിത് ശർമ്മ. അതേപോലെ നോക്കൂ, IMFന്റെയും ലോകബാങ്കിന്റെയും 2023 വാർഷിക സമ്മേളനത്തിന് വേദിയാകുന്ന നഗരം ഏതാണ്? മൊറോക്കോയാണ്. അപ്പോൾ നമ്മുടെ സിലബസിലൊക്കെ ഉള്ള ടോപ്പിക്കാണെന്ത്? ഈ IMFും വേൾഡ് ബാങ്കും ഒക്കെ ബാങ്കുകൾ അല്ലേ. അപ്പം ഈ ഒരു ചോദ്യം എന്താണ്? ഒന്ന് പ്രതീക്ഷിച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്. IMFന്റെയും ലോകബാങ്കിന്റെയും 2023 വാർഷിക സമ്മേളനത്തിന് വേദിയാകുന്ന സ്ഥലം ഏതാണ്? മൊറോക്കോയാണ്. അടുത്ത് നോക്കി, 2023 ഒക്ടോബറിൽ കേരളത്തിലെ ബ്രൂസെലോസിസ് രോഗം റിപ്പോർട്ട് ചെയ്ത നഗരം ഏതാണ്? തിരുവനന്തപുരമാണ്. പുതിയ രോഗങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പേര്? ബ്രൂസെലോസിസ്. ഓക്കെ, അടുത്ത ചോദ്യം, കേരളത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഏകീകരണം പൂർണ്ണമായി നടപ്പിലാക്കുന്നതിനായി ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ഖാദർ കമ്മിറ്റി. നമ്മൾ അടുത്ത കാലത്ത് സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ് ഖാദർ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടല്ലേ. അടുത്ത ചോദ്യം നോക്കി, നമ്മളെപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ രാജ്യം ചർച്ച ചെയ്യുന്ന വിഷയമാണ് ജാതി സെൻസസ് അല്ലേ. അപ്പോൾ 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് ബീഹാറാണ്. മറക്കണ്ട, ബീഹാർ. ഓക്കെ, രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷയാണ്. ബീഹാർ, ഒഡീഷ. ഓക്കെ, അതേപോലെ 16ാമത് അഗ്രികൾച്ചറൽ സയൻസ് കോൺഫറൻസിൻ്റെ വേദി ഏതാണ്? കൊച്ചി. അടുത്ത ചോദ്യം, 2023 ഒക്ടോബറിൽ അന്തരിച്ച പരിസ്ഥിതി പ്രവർത്തകനാരാണ്? ശോഭീന്ദ്രൻ. ഓക്കെ, അടുത്ത ചോദ്യം, കൊൽക്കത്ത സത്യജിത് റേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാനായി നിയമിതനായത് സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി. അതേപോലെ 141ാമത് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി സെഷന് വേദിയാകുന്നത് മുംബൈയാണ് കേട്ടോ. അടുത്ത ചോദ്യം, നിലവിൽ പശ്ചിമേഷ്യയിൽ യുദ്ധം നടക്കുന്നത് എവിടെയാണ്? ഇസ്രായേൽ ഹമാസ് ആണ്. ഇസ്രായേലിൽ നിന്ന് പാലസ്തീൻ മണ്ണ് വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഹമാസ്. ഈ രണ്ട് കാര്യം എന്ത് ചെയ്യാവുന്ന ഓർത്തിരിക്കുക കേട്ടോ. അപ്പം അടുത്ത്, ഹമാസിന്റെ സൈനിക നടപടി അറിയപ്പെടുന്ന പേരാണത്, ഓർത്തിരുന്നോണം. ഓപ്പറേഷൻ അൽ അക്സ ബ്ലഡ് ആണ് ഹമാസിന്റെ സൈനിക നടപടി. അടുത്ത് നോക്കി, ഇസ്രായേലിന്റെ സൈനിക നടപടി അറിയപ്പെടുന്ന പേരാണത്, അയൺ സോഡ്സ് ആണ് ഇസ്രായേലിന്റെ സൈനിക നടപടി. അപ്പോൾ ഈ രണ്ട് കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ചോദിച്ചേക്കാം. അടുത്ത് നോക്കൂ, ഡോക്ടർ MS സ്വാമിനാഥന്റെ പേരിൽ പുനർനാമകരണം ചെയ്ത തമിഴ്നാട്ടിലെ കോളേജ് ഏതാണ്? അഗ്രികൾച്ചറൽ കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, തഞ്ചാവൂരാണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരുന്നതാണ്. അപ്പോൾ അടുത്ത് നോക്കി, ഡോക്ടർ MS സ്വാമിനാഥന്റെ പേരിൽ പുനർനാമകരണം ചെയ്ത തമിഴ്നാട്ടിലെ കോളേജ് ഏതാണ്? അഗ്രികൾച്ചർ കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, തഞ്ചാവൂരാണ്. അതേപോലെ നോക്കൂ, വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തേക്കുള്ള ആദ്യ ചരക്ക് കപ്പലിൻ്റെ പേരാണത്, ചൈനയുടെ ഷെൻഹുവ 15 അല്ലേ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തേക്കുള്ള ആദ്യ ചരക്ക് കപ്പലിൻ്റെ പേരാണ് ചൈനയുടെ ഷെൻഹുവ 15. അടുത്ത് നോക്കൂ, കേരളം ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന ശാസ്ത്ര കോൺഫറൻസിൻ്റെ വേദി ഏതാണ്? കൊച്ചിയാണ്. ഓക്കെ, കേരളം ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന ശാസ്ത്ര കോൺഫറൻസിൻ്റെ വേദി ഏതാണ്? കൊച്ചിയാണ്. അടുത്ത ചോദ്യം, 2028 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ പുതുതായി ഉൾപ്പെടുത്താൻ തീരുമാനിച്ച കായിക ഇനം ഏതാണ്? ക്രിക്കറ്റാണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് ഓർത്തിരുത്തണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2028 ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സ് പുതുതായി ഉൾപ്പെടുത്താൻ തീരുമാനിച്ച കായിക ഇനം ഏതാണ്? ക്രിക്കറ്റാണ്. അപ്പോൾ രണ്ട് ഇൻഫോർമേഷൻ അതിലുണ്ട്. ഒളിമ്പിക്സ് എവിടെയാണ്, അടുത്ത ഈ ഒളിമ്പിക്സിൻ്റെ വർഷം ഏതാണ്, ഏത് ഇനമാണ്, 3 കാര്യങ്ങൾ അതിലുണ്ട്. ഓക്കെ, അതേപോലെ നോക്കൂ, സാധാരണ ഈ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാറുള്ളതാണ്, വേദി ഏതാണെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഓർത്തിരുന്നോളൂ. അടുത്ത് നോക്കിയേ, ഏഷ്യൻ ഗെയിംസ് 2023 സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ച താരം ആരാണ്?
PR ശ്രീജേഷാണ്. PR ശ്രീജേഷാണ്. അടുത്ത് നോക്കി, സർക്കാർ വാഹനങ്ങളുടെ ഔദ്യോഗിക രജിസ്റ്റർ കോഡ് എത്രയാണ്? KL90 ആണ്. KL90 മറക്കണ്ട, ഇമ്പോർട്ടൻ്റ് ആണ്. സർക്കാർ വാഹനങ്ങളുടെ ഔദ്യോഗിക രജിസ്റ്റർ കോഡ് എത്രയാണ്? 90. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നിതിൻ ഗഡ്കരിയുടെ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങുന്ന സിനിമ ഏതാണ്? ഗഡ്കരിയാണ്. അടുത്ത് നോക്കിയേ, പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനായി കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ശ്രേഷ്ഠയാണ്. ശ്രേഷ്ഠ. അതേപോലെ നോക്കി, കേരളത്തിലെ ആദ്യത്തെ ഫ്രീ ട്രേഡ് വെയർഹൗസിംഗ് സോൺ നിലവിൽ വരുന്നത് എവിടെയാണ്? വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലാണ്. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലാണ്. അതേപോലെ നോക്കി, ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത മിലിറ്ററി അഭ്യാസമായ സംപ്രീതി 11ന്റെ വേദി ഏതാണ്? മേഘാലയാണ്. മേഘാലയ. അടുത്ത ചോദ്യം, വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6496 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദരിദ്രരിൽ നിന്നും മോചിപ്പിക്കുന്നതിനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേരാണ് ഉജ്ജീവനം. അടുത്ത് നോക്കൂ, 37ാമത് ദേശീയ ഗെയിംസിന്റെ വേദി ഗോവയാണ്. അടുത്ത ചോദ്യം, 2023 ഒക്ടോബറിൽ മഹാത്മാഗാന്ധിയുടെ പൂർണ്ണമായ പ്രതിമ അനാച്ഛാദനം ചെയ്ത ടോൾസ്റ്റോയി ഫാം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയാണ്. ടോൾസ്റ്റോയി ഫാം ദക്ഷിണാഫ്രിക്കയാണ്. ഓക്കെ. അതേപോലെ ദക്ഷിണേന്ത്യയിലെ ആദ്യ എയർക്രാഫ്റ്റ് റിക്കവറി പരിശീലന സ്കൂൾ സ്ഥാപിതമായത് എവിടെയാണ്? ബാംഗ്ലൂരുവാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ നൈറ്റ് ലൈഫ് കേന്ദ്രം സ്ഥാപിതമായത്? മാനവീയം വീതി, തിരുവനന്തപുരം. ചോദിക്കാം, ചിലപ്പം പുതിയൊരു സെറ്റപ്പ് ആയതുകൊണ്ട് ചോദിക്കാം. കേരളത്തിലെ ആദ്യ നൈറ്റ് ലൈഫ് കേന്ദ്രം സ്ഥാപിതമായത് എവിടെയാണ്? തിരുവനന്തപുരമാണ്. അത് എവിടെ? മാനവീയം വീതി എന്നറിയപ്പെടും അല്ലേ. അടുത്ത് നോക്കി, ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിനിമ ഏതാണ്? മോണിക്ക ആൻഡ് AI സ്റ്റോറി. മോണിക്ക ആൻഡ് AI സ്റ്റോറി എന്നാണ് ഇതിൻ്റെ പേര്. ഇപ്പം നമ്മുടെ നിലവിൽ കേൾക്കുന്ന ട്രെൻഡുള്ള വാക്കല്ലേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ സിനിമയെന്ന് ഓർത്തേക്കുക കേട്ടോ. മോണിക്ക ആൻഡ് AI സ്റ്റോറിയാണ്. അതേപോലെ നോക്കി, സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റാനായി ആരംഭിച്ച പദ്ധതിയുടെ പേരാണത് ഡിജി കേരളം പദ്ധതി. അതേപോലെ 2023 വ്യോമദിനത്തിൽ ഇന്ത്യൻ വ്യോമസേനയോട് വിട പറഞ്ഞ യുദ്ധവിമാനം ഏതാണ്? MiG-21 ആണ്. MiG-21 നമ്മൾ ഒരുപാട് അല്ലേ കാർഗിൽ യുദ്ധത്തിനൊക്കെ സഹായിച്ചതാണെന്ത്? MiGകളൊക്കെ അല്ലേ. ഓക്കെ, MiG-21 ആണ്. അതേപോലെ നോക്കി, കേന്ദ്ര സർക്കാർ നേരിട്ട് എല്ലാ സ്ഥാപനങ്ങളിലും സ്ഥാപിക്കാൻ പോകുന്ന മാൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഭാരത് മാൾ. അടുത്ത ചോദ്യം, കേന്ദ്ര സർക്കാർ നേരിട്ട് നിർമ്മിക്കുന്ന യൂണിറ്റി മാൾ കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കുന്നത്? എവിടെയാണ്? തിരുവനന്തപുരത്താണ് കേട്ടോ. 2023 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച ഇറാനിലെ തടവിൽ കഴിയുന്ന മനുഷ്യാവകാശ പ്രവർത്തക ആരാണ്? നർഗേസ് മുഹമ്മദി. അടുത്ത ചോദ്യം, 2023 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച നോർവീജിയൻ എഴുത്തുകാരനാരാണ്? യൂൺ ഫോസെ ആണ്. അതേപോലെ 2023 വൈദ്യശാസ്ത്രത്തിന് നോബൽ പുരസ്കാരം ലഭിച്ചത് ആരൊക്കെയാണ്? അപ്പോൾ ഈ നോബൽ പുരസ്കാര ജേതാക്കൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരുന്നോണം, പഠിച്ചോണം. ഓക്കെ, 2023 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചവർ ആരൊക്കെയാണ്? ഡ്രൂ വിസ്മാൻ US ആണ്. കാറ്റലിൻ ഗരീക്കോ US ആണ്. ഓക്കെ, എന്തിനുള്ള പരിഷ്കാരം നോക്കിയ COVID-19 ഫലപ്രദമായ RNA വാക്സിൻ നിർമ്മിച്ചതിനുള്ള ഈ കണ്ടെത്തലിനാണ് അവർക്ക് പുരസ്കാരം കിട്ടിയത് കേട്ടോ. അടുത്ത് നോക്കി, ഭൗതിക ശാസ്ത്ര നോബൽ പുരസ്കാരം ഏതാണ്? ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ്? ആർക്കാ കിട്ടിയത്? അമേരിക്കക്കാർ. ഏതാണ്? പിയർ അഗസ്റ്റിനി, ഫാരൻ ക്രൗസ് ജർമ്മനി, ആൻഡ് ലൂസിയർ സ്വീഡനാണ് അല്ലേ. സ്വീഡൻ. ഈ 3 കാര്യങ്ങൾ എന്താണ് ബന്ധപ്പെട്ട്? ഇലക്ട്രോൺ ഡൈനാമിറ്റിക്സ് ബന്ധവുമായി സംഭാവനയ്ക്കാണ് ഇവർക്ക് ഈ പുരസ്കാരം ലഭിച്ചത്. ഇലക്ട്രോൺ ഡൈനാമിക്സ് അല്ലേ, അതുമായി ബന്ധപ്പെട്ട പിന്നെ പഠനത്തിനാണ് എന്ത് ചെയ്തത് അവർക്ക് ഈ പുരസ്കാരം, ഭൗതിക ശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, 3 പേർക്കാണ് കിട്ടിയത്, ഓർത്തിരിക്കുക. അതേപോലെ നോക്കി, രസതന്ത്രത്തിൻ്റെയും ഒന്ന് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നോബൽ പുരസ്കാരം വന്നതുകൊണ്ട് ഉറപ്പായിട്ടും എന്ത് ചെയ്യണം? ഈ പുരസ്കാരങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, രസതന്ത്രത്തിന് കിട്ടിയെന്തിനാണ്? ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിനാണ്. അപ്പോൾ ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിനാണ്. ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഏതൊരു PSCക്കും കണ്ടിട്ടുണ്ട്. എന്താണ് ഏതിനാണ് കിട്ടിയത് എന്നൊക്കെ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതേപോലെ ഇതൊന്നും എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അടുത്ത് നോക്കി, 2023 ICC പുരുഷ ഏകദിന ലോകകപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡർ സച്ചിൻ ടെണ്ടുൽക്കർ. അതേപോലെ നോക്കി, ഡോക്ടർ BR അംബേദ്കറുടെ ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും വലിയ പ്രതിമ നിലവിൽ വരുന്ന എവിടെയാണ്? മേരിലാൻഡ്. അത് അമേരിക്കയിലാണ് കേട്ടോ. അതിൻ്റെ പേരെന്താണ്? സ്റ്റാച്യു ഓഫ് ഈക്വാലിറ്റി എന്നാണ് പ്രതിമയ്ക്ക് പേര് നൽകിയേക്കുന്നത്. സ്റ്റാച്യു ഓഫ് ഈക്വാലിറ്റി എന്തുമായി ബന്ധപ്പെട്ടാണ്? അമേരിക്കയിൽ സ്ഥാപിക്കുന്ന അംബേദ്കറുടെ പ്രതിമയുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തിരിക്കുക.
അത് നോക്കി 2023 ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ICC ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഭാഗ്യചിഹ്നം ഏതാണ്? ബ്ലേസ് ആൻഡ് ടോങ്. അടുത്ത ചോദ്യം, ബംഗളൂരുവിൽ നടന്ന ലോക കാപ്പി സമ്മേളനത്തിൽ ദേശീയ അംഗീകാരം ലഭിച്ച കേരളത്തിൻ്റെ കാപ്പി ഇനം ഏതാണ്? റോബസ്റ്റ കാപ്പി, അട്ടപ്പാടി കാപ്പി എന്നൊക്കെ പറഞ്ഞ റോബസ്റ്റ കാപ്പിയാണ്. അതേപോലെ നോക്കിയേ, കേരളത്തിലെ ആദ്യ പാചകവാതക ഇറക്കുമതി ടെർമിനൽ നിലവിൽ വരുന്നത് എവിടെയാണ്? പുതുവൈപ്പാണ്, എറണാകുളം പുതുവൈപ്പ്. അതേപോലെ നോക്കി, ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന ചലച്ചിത്രമാണ് ഏത്? 800 അല്ലേ. അതേപോലെ വിദ്യാർത്ഥികളിലെ ആത്മഹത്യാ പ്രവണത തടയാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണെന്ത്? ഉമീദ്. വിജയപുരം വിമാനത്താവളം നിലവിൽ വരുന്ന എവിടെയാണ്? അത് കർണാടകയിലാട്ടോ, കർണാടക. അതേപോലെ 2024 ജനുവരി 15 ഇന്ത്യൻ ആർമി ദിന പരേഡിന് വേദിയാകുന്നത് ലക്നൗ ആണ്, ലക്നൗ. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ഏതാണ്? അത് ജമ്മു ആണ്. എവിടെയാണ്? ജമ്മു ആണ്, റാസി ജില്ലയിലാണ്. ഓക്കെ, അടുത്ത് നോക്കിയേ, ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ വിനോദസഞ്ചാര ബോട്ട് ഏതാണ്? ഇന്ദിരയാണ്. അത് കേരള ജലഗതാഗത വകുപ്പാണ് ബോട്ട് പുറത്തിറക്കുന്നത് കേട്ടോ. അടുത്ത് നോക്കിയേ, 2023 ഒക്ടോബറിൽ പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ തുമ്പി ഏതാണ്? വയനാടൻ തീക്കുറുമ്പൻ തുമ്പിയാണ്, വയനാടൻ തീക്കുറുമ്പൻ തുമ്പി. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തോളം നോക്കി, 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് വിവരങ്ങൾ പ്രസിദ്ധീകരിച്ച സംസ്ഥാനം ബീഹാറാണ്. അടുത്ത ചോദ്യം, ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ അന്തരീക്ഷത്തിൽ വിദ്യാഭ്യാസത്തോടൊപ്പം രോഗപരിചരണവും ഉറപ്പുവരുന്ന പദ്ധതിയുടെ പേരാണെന്ത്? സ്പേസ്. അതേപോലെ അതിദരിദ്ര കുടുംബങ്ങളിലെ വിദ്യാർത്ഥിനികൾക്ക് എല്ലാ ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്, കേരളം. അതേപോലെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ അടുത്തിടെ ഭക്ഷ്യമൃഗമായി അംഗീകരിച്ച മൃഗം ഏതാണ്? മിഥുനാണ്, മിഥുൻ. വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ കാണപ്പെടുന്ന സങ്കരയിനം കാട്ടുപോത്താണ് മിഥുൻ എന്നറിയപ്പെടുക. ഓർത്തിരിക്കുകയാണേ. അടുത്ത് നോക്കി, ലോക അധ്യാപക ദിനം ഒക്ടോബർ 5, സംസ്ഥാന ഗജദിനം ഒക്ടോബർ 4, ലോക മൃഗക്ഷേമ ദിനം ഒക്ടോബർ 4, അന്താരാഷ്ട്ര അഹിംസാ ദിനം ഒക്ടോബർ 2, ഗാന്ധി ജയന്തി ദിനം ഒക്ടോബർ 2, അതേപോലെ ലോക വയോജന ദിനം ഒക്ടോബർ 1. അപ്പം ഇത്രയുമാണ് 2023 ഒക്ടോബർ മാസത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് വീണ്ടും പറയണം, ഒന്ന് ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക്